നെക്സ്റ്റ് ഈസ് അനലോഗ് ലോ പാസ് ബട്ടർവർത്ത് ഡിസൈൻ. വേറൊരു രീതിയിലെ പ്രോബ്ലം ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്പെസിഫിക്കേഷൻ ആൽഫ പി ആൽഫ എസ് ഒക്കെ തന്നിട്ട് നമുക്ക് അനലോഗ് ഫിൽറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മതി. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ വേറൊരു രീതിയിലാണ്. ഫോർ ദ ഗിവൺ സ്പെസിഫിക്കേഷൻ ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന എച്ച് ഓഫ് ജെ ഒമേഗ 0.9 to 1, then in the range 0 to 0.2 pi, then h of j omega equal to less than or equal to 0.2 in the range 0.4 pi less than or equal to omega less than or equal to pi. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ നമ്മൾ പ്രാക്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കേ, എച്ച് ഓഫ് ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് 1നും 0.9നും ഇടയ്ക്കാണ് വരികയുന്നത്. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ ക്യാര വരച്ചപ്പം 1ഉം ഇവിടെ ആ പാസ് ബാൻഡ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മാർക്ക് ചെയ്തത്? 1/√1 + ε² ആണ് മാർക്ക് ചെയ്തത് അല്ലേ. 1/√1 + ε². അപ്പോൾ എച്ച് ഓഫ് ജെ ഒമേഗ 1നും 0.9നും ഇടയ്ക്ക് വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 1ഉം ഈ വാല്യൂ ആണ് എന്ത്? 0.9. ഓക്കെ ആണല്ലോ. ദെൻ ആ റേഞ്ച് നോക്കുക, 0 to 0.2 pi. അപ്പോൾ 0.2 pi വരാണ് ഈ 1ൻ്റെ റേഞ്ച് കിടക്കുന്നത്, മാക്സിമം വരുന്ന ആംപ്ലിറ്റ്യൂഡ് കിടക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ലോ പാസ് ഫിൽറ്ററിൻ്റെ പാസ് ബാൻഡ് ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ. അപ്പം തന്നിരിക്കുന്ന റേഞ്ചിൽ മാക്സിമം 1 വരുന്നത് ആയിരിക്കും എന്ത്? പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാസ് ബാൻഡ് ഫ്രീക്വൻസി ആയിരിക്കും ഇത് 0.2 pi. അല്ലെങ്കിൽ തന്നെ 0.4 pi 0.2 piയുടെ കമ്പയർ ചെയ്യുക. ലോ പാസ് ആകുമ്പം ലോ ഫ്രീക്വൻസി ആയിരിക്കും പാസ് ബാൻഡ് ഫ്രീക്വൻസി, ഹൈ ആയിരിക്കും എന്ത്? സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കിത് 0.2 pi കിട്ടി. സോ 0 to pi വരെയുള്ള ഒരു ഗ്രാഫാണ്. അതിൽ പാസ് ബാൻഡ് 0.2 pi വരെ, പിന്നെ 0.4 pi തൊട്ട് പൈ വരെയുള്ള സ്റ്റോപ്പ് ബാൻഡിൽ തുടങ്ങുന്ന ഫ്രീക്വൻസി ആയിരിക്കും എന്ത്? സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് വാല്യൂസ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പം പാസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 0.2 pi വരും. ഇത് ഒമേഗ പി. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ബാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0.4 pi. ദാറ്റ് ഈസ് യുവർ ഒമേഗ എസ്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ബാൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഒരു 0.2. അതായത് ഇവിടെ സ്റ്റോപ്പ് ബാൻഡ് ടോളറൻസ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? 1/√1 + λ². ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പ്രാക്ടിക്കൽ ബട്ടർവർത്ത് അനലോഗ് ഫിൽറ്ററിൻ്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അത് കണ്ടതിന് ശേഷം ഇത് കാണുക. സോ 1/√1 + λ². ആ റേഞ്ചാണ് എത്ര? 0.2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും ഈ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. നമുക്കിനി ഓർഡർ ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഡ, എപ്സിലോൺ, ഒമേഗ എസ്, ഒമേഗ പി ഇത്രയും വാല്യൂസ് വേണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എപ്സിലോണിൻ്റെയും ലാംഡയുടെയും വാല്യൂ കണ്ടുപിടിക്കും. സോ ഫ്രം ദ ഫിഗർ 1/√1 + ε² = 0.9 അല്ലേ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? 1/0.9 = √1 + ε². ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1/0.90 ഹോൾ സ്ക്വയർ = 1 + ε² അല്ലേ. ഓർ ε² = 1/0.90 ഹോൾ സ്ക്വയർ -1 and epsilon equal to √1/0.90 ഹോൾ സ്ക്വയർ -1. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.484 എന്ന് വരും. എപ്സിലോണിൻ്റെ വാല്യൂ എത്ര കിട്ടിയേ? 0.484. നെക്സ്റ്റ് സിമിലർലി നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ലാംഡയുടെ വാല്യൂ 1/√1 + λ² എത്രയാണ്? 0.2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 1/0.2 = √1 + λ² ഓർ
1/0.2 the whole square equal to 1 plus lambda square, or lambda square equal to 1/0.2 the whole square minus 1, or lambda equal to root of 1/0.04 minus 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാംഡയുടെ വാല്യൂ 4.89 കിട്ടും. 4.8. അപ്പം നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ 0.484ഉം ലാംഡയുടെ വാല്യൂ 4.89. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓർഡർ ഡിറ്റർമിൻ ചെയ്യാം. ഓർഡർ ഡിറ്റർമിൻ ഇക്വേഷൻ എന്താണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ലാംഡ ബൈ എപ്സിലോൺ ബൈ ലോഗ് ഒമേഗ എസ് ബൈ ഒമേഗ. അപ്പം ഇതിനകത്ത് ആൽഫ പി ആൽഫ എസും തന്നാലേ എന്നിനൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ലാംഡ എപ്സിലോൺ ഉണ്ടെങ്കിലുള്ള ഇക്വേഷനാണിത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ലോഗ് ഓഫ് 4.89 by 0.484 ഡിവൈഡഡ് ബൈ ലോഗ് ഒമേഗ എസ് എത്രയാണ്? 0.4 പൈ, ഒമേഗ പി 0.2 പൈ. സോ 0.4 പൈ ബൈ 0.2 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം 3.33 എന്ന്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമ്മൾ നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻറ്റിജറിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. സോ n ഈക്വൽ ടു 4 എന്ന്. ക്ലിയർ ആണല്ലോ? ഇനി n 4 ആകുമ്പം കറസ്പോണ്ടിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? ഡിനോമിനേറ്റർ പോളിനോമിയൽ എന്ത് കിട്ടും? നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. n 4 ആകുമ്പം h of s ഈക്വൽ ടു 1/s² പ്ലസ് 0.76537 s plus 1 into s square plus 1.8477 s plus 1 അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? h of s ഓർഡർ കണ്ടുപിടിക്കുക, ദെൻ h of s എഴുതുക, ദെൻ ഒമേഗ സി കണ്ടുപിടിക്കുക അല്ലേ? ഒമേഗ സി കണ്ടുപിടിക്കാൻ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാവുള്ളൂ. ഒമേഗ പിയുടെ ടേംസിലൊരു ഇക്വേഷൻ അറിയാം, ഒമേഗ എസിൻ്റെ ടേംസിലൊരു ഇക്വേഷൻ അറിയാം അല്ലേ? ഒമേഗ സി ഈക്വൽ ടു ഒമേഗ പി ബൈ 10⁻⁴ ആൽഫ പി മൈനസ് 1 ദി ഹോൾ റൈസ് ടു 1/2n ആണ് ഒമേഗ സിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഒമേഗ. പക്ഷെ നമുക്ക് ആൽഫ പി ഇല്ല. അപ്പം ആൽഫ പി കണ്ടുപിടിക്കണം. ആൽഫ പി കണ്ടുപിടിക്കാൻ പക്ഷെ നമ്മുടെ കയ്യിൽ എപ്സിലോൺ ഉണ്ട്. എപ്സിലോണിൻ്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 10⁻⁴ ആൽഫ പി മൈനസ് 1 ആണ്. സോ എപ്സിലോണിൻ്റെ വാല്യൂ 0.484 ആണ്. 0.484 ദി ഹോൾ സ്ക്വയർ, രണ്ടും കൂടെ സ്ക്വയർ ചെയ്താൽ റൂട്ട് അങ്ങ് പോവും. 0.484 എപ്സിലോണിൻ്റെ വാല്യൂ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10⁻⁴ ആൽഫ പി മൈനസ് 1. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ആൽഫ പി ആയിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിലും നമുക്ക് ഈ ഇക്വേഷനകത്ത് 10⁻⁴ ആൽഫ പി മൈനസ് 1ൻ്റെ വാല്യൂ മതി. അതുകൊണ്ട് ആൽഫ പി കണ്ടുപിടിച്ചില്ലെങ്കിലും ഒന്നുമില്ല, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഒമേഗ സി എന്ത് കിട്ടും? ഒമേഗ പിയുടെ വാല്യൂ 0.2 പൈ ആണ്. 0.2 പൈ ഡിവൈഡഡ് ബൈ 10⁻⁴ ആൽഫ പി മൈനസ് 1 എന്താണ്? 0.484 ദി ഹോൾ സ്ക്വയർ അല്ലേ? 0.484 ദി ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2n. 1/2n is 2 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 4 ആണ്. സോ ഈ 2ഉം ഈ ടൂവും ക്യാൻസൽ ചെയ്ത് പോവും അല്ലേ? സോ ഇറ്റ് ഈസ് 0.2 പൈ ഡിവൈഡഡ് ബൈ 0.484 ദി ഹോൾ റേസ് ടു 1/4. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0.7533 എന്ന് കിട്ടും. 0.7533 റേഡിയൻസ് പെർ സെക്കൻഡ്. എന്താണ്? ഒമേഗ സിയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ ഒമേഗ സിയും കണ്ടുപിടിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് n കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ
അനലോഗ് ഫിൽറ്റർ കറസ്പോണ്ടിങ് എഴുതി. ഇനി ഒമേഗ സി കണ്ടുപിടിക്കുക. അപ്പോൾ തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ഒമേഗ സി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒമേഗ സി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റീപ്ലേസ് എസ് ബൈ ഒമേഗ സി അല്ലേ, ദാറ്റ് ഇസ് എസ് ബൈ 0.7533 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് വരും ഇക്വേഷൻ? എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1 ബൈ ഈ ഇക്വേഷനകത്ത് എസിൻ്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കുക? എസ് ബൈ 7533 കൊടുക്കുക. സോ എസ് ബൈ 0.7533 ഹോൾ സ്ക്വയർ പ്ലസ് 0.76537 എസ് ബൈ 0.7533 എസ് ബൈ 0.7533 പ്ലസ് 1 ഇൻറ്റു സെക്കൻഡ് ടേമിലും എസിന് പകരം 0.7533 ഹോൾ സ്ക്വയർ പ്ലസ് 1.8477 എസ് ബൈ 0.7533 പ്ലസ് 1. നേരത്തെ പോലെ നമ്മളിത് എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കിട്ടും. 1 ബൈ എൽ സി എടുക്കുക. 0.7533 ഹോൾ സ്ക്വയർ ആണ് എൽ സി എം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0.576 എസ് പ്ലസ് 0.567 ഡിവൈഡഡ് ബൈ 0.567 ഇൻറ്റു 0.753 ദ ഹോൾ സ്ക്വയർ, അതാണ് എൽ സി എം, അതാണ് 0.567. ഇവിടെ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് എൽ സി എടുക്കുമ്പോഴത്തേക്കും 1.391 പ്ലസ് 0.567 ഡിവൈഡഡ് ബൈ 0.567. ഈ 0.567 മുകളിൽ പോകുമ്പോഴത്തേക്കും 0.567 into 0.567, that is 0.3214 divided by s square plus 0.576 s plus 0.567 into s square plus 1.391 s plus 0.567. ഇതാണ് നമ്മുടെ അനലോഗ് ലോ പാസ് ഫിൽറ്ററിൻ്റെ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷനിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമുക്ക് അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ അറിയാം. ഇനി ഈ അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തതിന് ശേഷം ഡിജിറ്റൽ ആക്കാൻ ചോദിക്കും. അപ്പോൾ എന്ത് അപ്ലൈ ചെയ്യണം? എയ്തർ ബൈലിനിയർ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ്. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് എച്ച് ഓഫ് ഇസഡും കൂടെ കണ്ടുപിടിച്ചാൽ IIR ഫിൽറ്ററിൻ്റെ ഡിജിറ്റൽ ഡിസൈനും കൂടെ ആവും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.